സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഏക്നാഥ് ഷിൻഡെ മുതിർന്ന ബി.ജെ.പി. നേതാവ് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ശിവസേന. ആസാദ് മൈതാനിയിലായിരുന്നു കഴിഞ്ഞ ദിവസം പുതിയ മഹാരാഷ്ട്ര സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രിമാരായ ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. വകുപ്പ് വിഭജനം പിന്നീടാണ് തീരുമാനിക്കുക. എന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനൊപ്പം ആഭ്യന്തര വകുപ്പ് കൂടി തങ്ങൾക്ക് വേണമെന്നാണ് ശിവസേനയുടെ നിലപാട്. ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് അമിത്ഷായുമായി ഏക്നാഥ് ഷിൻഡെ കൂടിക്കാഴ്ച നടത്തുന്നത് എന്ന് ശിവസേന നേതാവ് സഞ്ജയ് ഷിർസാത്ത് പറഞ്ഞത്. അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏക്നാഥ് ഷിൻഡെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ബീഹാറിലേതിന് സമാനമായി മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനം സഖ്യകക്ഷിക്ക് നൽകണമെന്നായിരുന്നു ശിവസേനയുടെ നിലപാട്. എന്നാൽ ബി.ജെ.പി. ഇതിന് വഴങ്ങിയിരുന്നില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഏക്നാഥ് ഷിൻഡെ ഫട്നാവിസ് സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയാകാം എന്ന് അറിയിച്ചത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രമുഖരായ നിരവധി പേർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു. അമിത്ഷാ, ജെ.പി. നദ്ദ, യോഗി ആദിത്യനാഥ്, നിർമ്മല സീതാരാമൻ, നിതിൻ ഗഡ്കരി, നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡു, സച്ചിൻ ടെണ്ടുൽക്കർ, ഭാര്യ അഞ്ജലി, ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ, രൺബീർ കപൂർ, രൺവീർ സിംഗ്, മുകേഷ് അംബാനി തുടങ്ങിയവരും സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയിരുന്നു. 42,000-ഓളം പേർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ് ബി.ജെ.പി. നേതാക്കൾ പറയുന്നത്. കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. 5 അഡീഷണൽ കമ്മീഷണർമാർ, 15 DCPമാർ, 700ഓളം പോലീസ് ഉദ്യോഗസ്ഥർ, 4000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥർ, സംസ്ഥാന റിസർവ് പോലീസ് ഫോഴ്സ്, ക്വിക്ക് റെസ്പോൺസ് ടീം, കലാപ നിയന്ത്രണ ടീം, ഡെൽറ്റ കോംബാറ്റ് ടീമുകൾ, ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ് എന്നിവർക്കായിരുന്നു ക്രമസമാധാന പാലന ചുമതല. 288 നിയമസഭാ സീറ്റുകളിൽ 230ലും വിജയിച്ചാണ് മഹായുതി ഭരണ തുടർച്ച നേടിയത്. ബി.ജെ.പി. 132 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ശിവസേനയ്ക്ക് 57ഉം എൻ.സി.പിക്ക് 41 സീറ്റുകളിലാണ് ജയിക്കാനായത്. ഇത് 3-ാം തവണയാണ് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകുന്നത്. 2014 മുതൽ 19 വരെ കാലയളവിലാണ് അദ്ദേഹം ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. 44-ാം വയസ്സിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായാണ് അന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. 2019-ൽ രണ്ടാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തുവെങ്കിലും കാലാവധി 5 ദിവസം മാത്രമേ നീണ്ടുനിന്നുള്ളൂ. ബുധനാഴ്ച മുംബൈയിൽ നടന്ന ബി.ജെ.പി. നിയമസഭാ കക്ഷിയോഗത്തിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയാണ് ഫട്നാവിസിന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ഏറെ നാൾ നീണ്ടുനിന്ന തർക്കങ്ങൾക്ക് ശേഷമാണ് മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിൽ മഹായുതി സഖ്യകക്ഷികൾക്കിടയിൽ സമവായമുണ്ടായത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദമുന്നയിച്ച് ശിവസേന രംഗത്തെത്തിയതോടെയാണ് തർക്കം ഉടലെടുത്തത്. മുഖ്യമന്ത്രി സ്ഥാനം നേരത്തെ ബി.ജെ.പി. വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ശിവസേന നേതൃത്വം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ബി.ജെ.പി. തയ്യാറായിരുന്നില്ല. തർക്കം രൂക്ഷമായതോടെ അമിത്ഷാ 3 നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തുകയായിരുന്നു. ഇതോടെയാണ് സഖ്യം സമവായത്തിലെത്തിയത്.